നമസ്കാരം. ദുരന്തർ എന്ന സിനിമയിലെ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ വിമർശകർക്ക് വിമർശിക്കാൻ ആകെ കിട്ടിയ ഒരു ഭാഗം അതിൽ നരേന്ദ്രമോദിയെ കാണിക്കുമ്പോഴുള്ള തിയേറ്റർ റെസ്പോൺസും മറ്റുമൊക്കെ ഉണ്ട്. ഒരുപാട് സിനിമയിൽ അദ്ദേഹം ഈ നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്ന ദിവസത്തെ അദ്ദേഹത്തിന് ടി വിയിലുള്ള നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് അത് ഒരുപാട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെ കാണിക്കുമ്പോൾ വലിയ ആരവമാണ് തിയേറ്ററിലെല്ലാം. അപ്പോൾ ആ സീൻ കണ്ടു കഴിയുമ്പോഴാണ് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നത് എന്തിനായിരുന്നു നോട്ട് നിരോധനം നടത്തിയത്. അന്നേ പറയുന്നുണ്ടായിരുന്നു കള്ളനോട്ടും കള്ളപ്പണവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രധാനമായും ചെയ്തത്. കള്ളപ്പണമല്ല, പ്രധാനമായും ചെയ്തത് കള്ളനോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കള്ളപ്പണം എന്ന സാധനം എന്ന് വെച്ചാൽ നികുതി അടയ്ക്കാത്ത പണത്തിനാണ് കള്ളപ്പണം എന്ന് പറയുക. ആ കള്ളപ്പണമായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്നതും നമ്മുടെ സ്വന്തം റിസർവ് ബാങ്ക് അച്ചടിച്ച നോട്ട് തന്നെയായിരിക്കും. പക്ഷേ കള്ളനോട്ട് അങ്ങനെയല്ല. അത് ഇന്ത്യയിൽ തന്നെ അച്ചടിച്ച ആവണമെന്നില്ല. പാകിസ്ഥാനിൽ അടിച്ചാവാം, വേറെ എവിടെയെങ്കിലും അടിച്ചാവാം. അതാണ് കള്ളനോട്ട്. അപ്പോൾ നോട്ട് നിരോധനം പരാജയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ വിമർശകർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്കിലേക്ക് തിരിച്ചു വന്ന പണം അച്ചടിച്ച പണത്തിൽ 98% തിരിച്ചു വന്നല്ലോ, പിന്നെ എവിടെ കള്ളപ്പണം എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഒന്നുകിൽ ഇവർ ലോക മണ്ടന്മാരാണ്, അല്ലെങ്കിൽ സത്യം അറിയാം എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കള്ളനോട്ടും ഒരാളും അറിഞ്ഞുകൊണ്ട് ബാങ്ക് വഴി മാറാൻ ശ്രമിക്കില്ല. ഇനി അഥവാ ശ്രമിച്ചാലും അവിടെ പിടിക്കപ്പെടും. പക്ഷേ കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കള്ളപ്പണം എന്ന് പറഞ്ഞ സാധനം നികുതി അടയ്ക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണമാണ്, അല്ലെങ്കിൽ കണക്ക് കാണിക്കാത്ത പണമാണ്. നോട്ട് നിരോധിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ തന്നെ ഇവർക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിരുന്നു. നിങ്ങളുടെ പേരോ വിവരങ്ങളോ ഒന്നും പുറത്തു വരില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള കള്ളപ്പണം ബാങ്ക് വഴി തന്നെ നിങ്ങൾക്ക് വെള്ളപ്പണമാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കള്ളപ്പണമായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഈ 1 കോടി ബാങ്ക് വഴി വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ഈ നികുതിയും പിന്നെ പിഴയും കൂടെ കൊടുത്ത് ഏതാണ്ട് 60 ലക്ഷത്തോളം സർക്കാരിന് പോകും. ബാക്കി 40 ലക്ഷവും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒന്നും കിട്ടാതെ ഇത് വെറുതെ നശിച്ചു പോകുന്നേക്കാൾ നല്ലതല്ലേ 40 എങ്കിൽ 40 എന്ന് കരുതി സ്വാഭാവികമായിട്ടും ആളുകൾ കൊണ്ടത് മാറ്റും. അവരുടെ വിവരങ്ങളോ പേരോ ഒന്നും പ്രസിദ്ധീകരിക്കത്തില്ല എന്ന ഉറപ്പിലാണ് ഇത് ചെയ്തത്. കാരണം ഈ പണം തിരിച്ചു വരണം, സർക്കാരിന് നിയമപരമായിട്ടുള്ള നികുതിയും കിട്ടണം, പിഴയും കിട്ടണം. സർക്കാരിന് ലാഭമുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ ഈ കൂട്ടത്തിലൊന്നും ഒരൊറ്റ കള്ളനോട്ട് പോലും പോവില്ല. ആരെങ്കിലും ധൈര്യമായിട്ട് കള്ളനോട്ട് കൊണ്ട് ബാങ്ക് വഴി മാറ്റാൻ ശ്രമിക്കുമോ? വല്ല പാവങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അവരുടെ കൈ അവരെ പോലും അറിയാതെ കള്ളനോട്ട് വന്നിട്ടുണ്ട്, അതറിയാതെ അവിടെ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചു കാണും, പിടിക്കപ്പെട്ട് കാണും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായി കാണും. പക്ഷേ അല്ലാതെ ഈ കള്ളപ്പണം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് പോയാൽ പിടിക്കപ്പെടുത്തൊന്നുമില്ല. അതിന് കള്ളപ്പണമാണെന്ന് ബാങ്കിന് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളതിന് പിഴയടയ്ക്കുക, നികുതി അടയ്ക്കുക, ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ പിടിച്ച് അകത്തിടുകയോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലൂടെയാണ് ഈ പണമെല്ലാം തിരിച്ച് റിസർവ് ബാങ്കിൻ്റെ കയ്യിലെത്തിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% തിരിച്ചെത്തേണ്ടതാണ്. 100% തിരിച്ചെത്തിയില്ല. അതിൻ്റെ കാരണം ഈ നോട്ട് നിരോധിച്ച ദിവസങ്ങളിൽ ഉണ്ടായ പരിഭ്രമവും മറ്റുമെല്ലാം കൊണ്ട് കുറേ പേര് ഇത് കത്തിച്ചു കളഞ്ഞു. കുറേ പേര് ഇത് കിണറ്റിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് തള്ളി. പിന്നെ കുറേ പേര് ഇതിപ്പോഴും പൊഴുതി വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോയി രാഹുൽ ഗാന്ധിയൊക്കെ വന്നു കഴിയുമ്പോൾ പഴയ നോട്ടും അതൊക്കെ ഇനി ഉപയോഗിക്കാമെന്നുള്ള ഉത്തരവ് വരുമെന്നും അപ്പോൾ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഒരു 2019-24 വരെയൊക്കെ അവരിങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടെന്നറിയില്ല. കാരണം ഇനി ഏതെങ്കിലും സർക്കാർ വന്നാലും അങ്ങനെ ഒരു ഉത്തരവൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും വർഷമായില്ലേ. ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. ഈ വിമർശിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും കള്ളപ്പണവും കള്ളനോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. കള്ളനോട്ട് നിങ്ങൾക്ക് സർക്കാർ സംവിധാനം വഴി മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അടിച്ച നോട്ടല്ല, അത് വേറെ എവിടെയോ അടിച്ച നോട്ടാണ്. അതിൽ നിങ്ങൾ പിടിക്കപ്പെടും. അതിൻ്റെ കുറ്റവും ശിക്ഷയൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ കള്ളപ്പണം അങ്ങനെയല്ല. നിങ്ങൾ നികുതി കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണത്തിനാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൊണ്ട് ഈ സറണ്ടർ ചെയ്താൽ, അതായത് സർക്കാർ സംവിധാനം വഴിയോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ പോയി സറണ്ടർ ചെയ്താൽ അതിന് നിയമപ്രകാരമുള്ള നികുതി അടയ്ക്കുക, അവർ പറയുന്ന പിഴ കൂടി അടയ്ക്കുക, ബാക്കി പണം വെള്ളപ്പണമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇതാണ് കള്ളപ്പണവും കള്ളനോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെപ്പറ്റി വിമർശിക്കുന്നവർ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കള്ളപ്പണം എന്താണെന്നും കള്ളനോട്ട് എന്താണെന്നുമാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ ഒരക്ഷരം പോലും ഈ നോട്ട് നിരോധനത്തിനെതിരെ മിണ്ടത്തില്ല. ഇവിടെ നോട്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തകർന്ന രാജ്യം ഏതാണെന്ന് നോക്കുക. നമ്മുടെ രാജ്യത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഈ ആളുകൾ പാനിക്കായത് ഇവിടുത്തെ മാപ്രകളും കുറേ പിതൃശൂന്യ മറ്റവന്മാരെല്ലാം കൂടെ കൂടി ആകപ്പാടി. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ പാനിക്കാക്കി ബാങ്കിലോട്ടൊക്കെ ഓടി ATM മുന്നിലൊക്കെ ക്യൂ നിന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് അറ്റാക്ക് വന്ന് ചത്തവനെയൊക്കെ ഈ മോദിയുടെ തലയിലോട്ട് വെച്ച് അങ്ങനെ കുറേ വീണ്ടും ആളുകളെ പാനിക്കാക്കി കുറേ ദുരിതങ്ങൾ ജനങ്ങൾക്ക് കൊണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ ഈ രാജ്യത്തിന് മറ്റൊരു ദോഷവും, അതായത് സാമ്പത്തികമായിട്ടോ മറ്റൊരു രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. തകർന്നത് ആരാണെന്ന് നോക്ക്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ് തകർന്നത്. ഇന്ന് വരെ അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഈ ദുരന്തർ സിനിമയിൽ കാണിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇവിടെ നോട്ട് നിരോധിച്ച് ആഴ്ചകൾക്കുള്ളിൽ അവനവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണ് കൊല്ലപ്പെടുകയുണ്ടായി. ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന പലരും കൊല്ലപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തു. ഒരുത്തനെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ 12 വർഷം വന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു 1.5 ആഴ്ച പോലും ആയിട്ടില്ല ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന നേരത്ത് ബീഹാറിൽ വെച്ച് പിടിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊടുത്താണ്. അപ്പോൾ ഇതാണ് നോട്ട് നിരോധനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും. ഇപ്പോഴും നോട്ട് നിരോധനം ഒരു പരാജയമാണ് എന്ന് വാദിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ കാര്യം പറയാനുള്ള ഒരു പരിജ്ഞാനം, അറിവ് നിങ്ങൾക്കില്ല. കാരണം നോട്ടിൽ തന്നെ കള്ളനോട്ട് എന്താണ്, കള്ളപ്പണം എന്താണെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന ആ കലാകാരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല സിനിമയാണ്, എല്ലാവരും കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു പാരഗ്രാഫും വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണണം, ഉരുവട്ടുന്നവരും കാണണം, സുഡാപ്പികളും കാണണം. പക്ഷേ അങ്ങനെയുള്ളവർ പോകുമ്പോൾ വെള്ളവും ഭക്ഷണവും മാത്രം കരുതിയാൽ പോരാ, കുറച്ച് ബെർണോൾ കൂടി കരുതണം എന്നാണ്. കാരണം പല സീനുകളും കാണുമ്പോൾ ഉരുവൊട്ടും ചൊറിച്ചിൽ വരും. അപ്പോൾ ഇങ്ങനെ പുരട്ടിയാൽ നല്ല ആശ്വാസം കിട്ടും. എന്താ അല്ലേ?